ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പ്ലാന്റ് ടാക്സോണമി മോഡ്യൂളിലെ സീറോ ടാക്സോണമിയെ കുറിച്ചാണ്. വാട്ട് ഈസ് സീറോ ടാക്സോണമി? Zero taxonomy refers to the classification of very similar organisms on the basis of serological studies. വളരെ സാമ്യമുള്ള ഓർഗാനിസത്തെയും സീറോളജിക്കൽ സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് സീറോ ടാക്സോണമി എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സീറോളജി? ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ സീറോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് എന്ന് പറയും. Application of serology for resolving the taxonomic problem is called zero taxonomy. Zero taxonomy first developed in Germany. Newton, scientist in 1901, proposed zero taxonomy by comparing the immunological specificity of serum proteins. അതുപോലെ 1910 Denver showed that the proteins from pollen, seed and leaves of rice were serologically distinct എന്ന് മനസ്സിലാക്കി. അതായത് ഹീമോടാക്സോണമിയുടെ ഒരു ബ്രാഞ്ച് ആണല്ലോ സീറോ ടാക്സോണമി. ഹീമോടാക്സോണമിയിൽ കെമിക്കൽ ഫീച്ചർ ഓഫ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ സീറോ ടാക്സോണമിയിൽ ഏത് കെമിക്കലാണ് കൺസിഡർ ചെയ്യുന്നത്? പ്രോട്ടീനാണ് അല്ലെ. ഇനി നമ്മൾ വ്യക്തമായിട്ട് ഇതിന്റെ സ്റ്റെപ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ്, പ്രോട്ടീൻ extracted from a plant is injected into the blood of an experimental animal. ഇപ്പൊ പ്രോട്ടീൻ ഒരു ആന്റിജനായിട്ട് പ്രവർത്തിച്ച് അനിമലിന്റെ ബോഡിയിൽ എന്തുണ്ടാകും? ആന്റിബോഡി ഫോം ചെയ്യും അല്ലെ. പിന്നെ ഒരു കാര്യം ഓർക്കുക, സീറോ ടാക്സോണമി പ്ലാന്റിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്, അനിമൽസിനും അപ്ലൈ ചെയ്യും. ഓക്കെ. Then the experimental animal produce specific antibodies in response to the antigen. Then the blood sample of the animal is collected. The serum with the antibody is called antiserum. അപ്പോൾ നമുക്ക് ആന്റിസെറം കണ്ടു, അതിൽ എന്തുണ്ട്? ആന്റിബോഡി ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആന്റിസെറം ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് ദ ഒറിജിനൽ പ്ലാന്റ് പ്രോട്ടീൻ ആസ് വെൽ ആസ് പ്രോട്ടീൻ ഫ്രം അതർ റിലേറ്റഡ് പ്ലാന്റ്സ്. അതായത് ഇപ്പൊ എക്സ്പെരിമെന്റൽ ആനിമലിൽ ഇഞ്ചെക്ട് ചെയ്യാൻ ഏത് പ്ലാന്റിൽ നിന്നുമാണോ നമ്മൾ പ്രോട്ടീൻ എടുത്തത്, ആ പ്ലാന്റിലെ പ്രോട്ടീനുമായിട്ടും പിന്നെ വെരി സിമിലർ ആയ മറ്റ് പ്ലാന്റ്സിൽ നിന്നും എടുത്ത പ്രോട്ടീനുമായിട്ടും ആന്റിസെറം ഈസ് അലൗഡ് ടു റിയാക്ട്. വ്യക്തമല്ലേ? Then what happens? When antibodies match the proteins, they clump together. Heavy clumping means the plants are closely related. Light or no clumping means they are not closely related. മനസ്സിലായോ? It's very simple. So the degree of comparison allow the closeness of the taxa. ഇനി നമുക്ക് ഇതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്യണം. MCQ ഇന്ന് ഒരു 4-5 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ബാക്കി ഞാൻ MCQ അത് പ്രാക്ടീസ് ടെസ്റ്റിലും മോക്ക് ടെസ്റ്റിലും തരുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which biomolecules are most commonly used in zero taxonomic studies? Lipids, carbohydrates, proteins, DNA. Proteins ആണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. C ആണ്. Which laboratory technique is fundamental to zero taxonomy? PCR, ELISA, chromosome staining, southern blotting. ELISA ആണ്. പിന്നെ ELISA ഇല്ലാതെ ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ ചോദിച്ചാൽ അത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതുക. കാരണം ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ ഈസ് ഓൾസോ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ സീറോ ടാക്സോണമിക് സ്റ്റഡീസ്. ഓക്കെ. Second question, zero taxonomy is primarily based on DNA sequence similarities. B, protein and antigen antibody reactions, chromosome morphology, ecological adaptation. വ്യക്തമാണല്ലോ, B ആണല്ലേ ആൻസർ. Which statement is correct? Zero taxonomy can be applied to both plants and animals. It is based on antigen and antibody reaction. അല്ലേ? രണ്ടും വളരെ കറക്റ്റ് ആണ്. ബോത്ത് 1 and C ആണ്. 1 and 2 ആണ് C. Which statement is false എന്നാണ് ചോദിച്ചിരിക്കുക. Zero taxonomy uses immunological method. Correct ആണ്. It provides evidence for phylogenetic relationship. അതെ ആണ്. It is entirely independent of proteins. അല്ലല്ലോ, it is mainly dependent on proteins അല്ലേ. അപ്പോൾ അത് ആൻസർ അപ്പോൾ ഏതാണ്? C ആണ്. ഓക്കെ. കൂടുതൽ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പ്രാക്ടീസ് ടെസ്റ്റിൽ ധാരാളം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.